പ്രവർത്തന മികവും കുറ്റാന്വേഷണ രംഗത്തെ പഴുതടച്ച ശൈലിയും കൊണ്ട് ശ്രദ്ധേയനായ ആർ വിശ്വനാഥ് IPS ദേശീയ അന്വേഷണ ഏജൻസിയുടെ കൊച്ചി യൂണിറ്റ് SP ആയി ചുമതലയേൽക്കുന്നു. കൊച്ചി NIA യൂണിറ്റിൽ കേരള കേഡറിൽ നിന്നുള്ള ആദ്യത്തെ IPS ഉദ്യോഗസ്ഥൻ എന്ന ചരിത്ര നേട്ടത്തോടെയാണ് അദ്ദേഹം ഈ സുപ്രധാന പദവിയിലേക്ക് എത്തുന്നത്. കേന്ദ്ര പ്രതിരോധ ക്രമസമാധാന ഏജൻസികളിലേക്ക് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ നിയമനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗികമായി പുറപ്പെടുവിച്ചത്. രാജ്യസുരക്ഷ, ഭീകരവിരുദ്ധ അന്വേഷണങ്ങൾ, അന്തർസംസ്ഥാന ബന്ധമുള്ള കേസന്വേഷണങ്ങൾ എന്നിവ ഏകോപിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം കേന്ദ്രാന്വേഷണ ഏജൻസിക്ക് കൂടുതൽ കരുത്താകും. നിലവിൽ ഇന്റലിജൻസ് AIG SP പദവിയിൽ മികച്ച സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ പല പ്രമുഖ വധക്കേസുകളുടെയും അന്വേഷണ ചുമതലയുണ്ടായിരുന്ന പരിചയസമ്പന്നരായ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടുമാർ അടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായും അദ്ദേഹം കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന കാലയളവിലാണ് ആർ വിശ്വനാഥൻ എന്ന ഉദ്യോഗസ്ഥന്റെ പോലീസിംഗ് മിടുക്ക് കേരളം തൊട്ടറിഞ്ഞത്. വർഗീയ സംഘർഷങ്ങളും രാഷ്ട്രീയ കൊലപാതകങ്ങളും തടഞ്ഞ് പാലക്കാട് ജില്ലയിലെ ക്രമസമാധാന നില പൂർണ്ണമായും വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന്റെ ശക്തമായ നയങ്ങൾക്ക് സാധിച്ചു. അട്ടപ്പാടിയിൽ ഏറെ വിവാദമായ മധുവധക്കേസിൽ സാക്ഷികളുടെ തുടർച്ചയായ കൂറുമാറ്റം അന്വേഷണത്തിന് വലിയ ഭീഷണിയായപ്പോഴും കനത്ത വെല്ലുവിളികൾ അതിജീവിച്ച് പ്രതികൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കാൻ അദ്ദേഹത്തിന്റെ നിർണായക ഇടപെടലുകൾ കാരണമായി. നീതിപൂർവമായ തെളിവ് ശേഖരണത്തിലൂടെയാണ് അന്വേഷണം അദ്ദേഹം പൂർത്തിയാക്കിയത്. കൂടാതെ പാലക്കാടിനെ നടുക്കിയ സജിത്, സുബൈർ, ശ്രീനിവാസൻ വധക്കേസുകളിലും കുറ്റമറ്റ രീതിയിലുള്ള പഴുതടച്ച അന്വേഷണമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം പുറത്തെടുത്തത്. വർഗീയ തിരികൊളുത്താൻ ശ്രമിച്ച ശക്തികൾക്കെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിച്ച് ക്രമസമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിച്ചതിൽ അദ്ദേഹത്തിന്റെ പങ്ക് പരക്കെ പ്രശംസ പിടിച്ചുപറ്റി. തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വേരൂന്നിയ അന്തർസംസ്ഥാന കവർച്ചാ സംഘങ്ങളെയും ക്രിമിനൽ നെറ്റ്വർക്കുകളെയും പൂട്ടിക്കെട്ടുന്നതിൽ വിശ്വനാഥ് വലിയ പങ്കുവഹിച്ചു. വയനാട്, പാലക്കാട് ജില്ലകളിൽ പോലീസ് മേധാവിയായി സേവനമനുഷ്ഠിച്ചപ്പോൾ അതിർത്തി മേഖലകളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കാൻ അദ്ദേഹം മുൻകൈയെടുത്തു. ഏറെ ശ്രദ്ധേയമായ പ്രൊഫഷണൽ പശ്ചാത്തലമുള്ള വ്യക്തി കൂടിയാണ് ആർ വിശ്വനാഥ്. IPS നേടുന്നതിന് മുൻപ് ചാർട്ടേഡ് അക്കൌണ്ടന്റായി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം കോർപ്പറേറ്റ് മേഖലയിൽ നിന്നാണ് സിവിൽ സർവീസിലേക്ക് എത്തുന്നത്. അക്കൌണ്ടിംഗിലെയും ഫിനാൻഷ്യൽ ഓഡിറ്റിംഗിലെയും ഈ മുൻപരിചയം സാമ്പത്തിക കുറ്റകൃത്യങ്ങളും അഴിമതി കേസുകളും അന്വേഷിക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ തുണയായിട്ടുണ്ട്. 2015 UPSC സിവിൽ സർവീസ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 181 റാങ്ക് കരസ്ഥമാക്കിയാണ് അദ്ദേഹം 2016 ബാച്ച് കേരള കേഡർ IPS ഓഫീസറായി സർവീസിൽ പ്രവേശിക്കുന്നത്. ആലുവ സ്വദേശിയായ അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ മികവുറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന പേരെടുത്തു. സിവിൽ സർവീസിലെത്തിയ ശേഷം ആലപ്പുഴ ജില്ലയിലെ ചേർത്തല അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസായാണ് അദ്ദേഹം ഫീൽഡ് തലത്തിൽ സർവീസ് ആരംഭിക്കുന്നത്. അതിനുശേഷം പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയായി ശ്രദ്ധേയമായ സേവനം കാഴ്ചവെച്ചു. ഫീൽഡ് പോലീസിംഗിന് ശേഷം തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസായി ഭരണപരമായ നിർണായക ചുമതലകളും അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. തുടർന്നാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലകളിലൊന്നായ മലപ്പുറത്തിന്റെ ജില്ലാ പോലീസ് മേധാവിയായി ചുമതലയേൽക്കുന്നത്. സങ്കീർണവും വൻ സുരക്ഷാ പ്രാധാന്യമുള്ളതുമായ പ്രധാനമന്ത്രി